കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് എം.കെ. രാഘവൻ എം.പി. കോൺഗ്രസിൽ വിയോജിപ്പും വിമർശനവും പറ്റില്ലെന്ന അവസ്ഥയാണ്. ഇഷ്ടക്കാരെ വിളിച്ച് കെ.പി.സി.സി അംഗമാക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. നേതൃത്വം സ്വീകരിക്കുന്നത് യൂസ് ആൻഡ് ത്രോ നയമാണെന്നും കുറ്റപ്പെടുത്തിയ രാഘവൻ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കാത്തതിനാൽ കഴിവുള്ളവർ പുറത്തു നിൽക്കുന്ന സ്ഥിതിയാണെന്നും വ്യക്തമാക്കി. കോഴിക്കോട് നടന്ന അഡ്വക്കേറ്റ് പി ശങ്കരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് എം.കെ. രാഘവൻ എം.പി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത്. വി.എം. സുധീരന്റെ നേതൃമികവിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗം തുടങ്ങിയ രാഘവൻ നിലവിലെ നേതൃത്വത്തിനെതിരെ വിമർശന ശരമെയ്യുകയായിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് വെറും വാഴ്ത്തലും പുകഴ്ത്തലും മാത്രമായി മാറുകയാണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരും തയ്യാറല്ല. സ്ഥാനമാനങ്ങൾ വേണമെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കണമെന്ന സ്ഥിതിയാണ് കോൺഗ്രസിലുള്ളതെന്നും എം.കെ. രാഘവൻ കുറ്റപ്പെടുത്തി. ലീഗിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പില്ല. കെ.പി.സി.സി മെമ്പർമാരുടെ പൂർണ്ണമായ ലിസ്റ്റ് ഇതുവരെയായി പുറത്തുവിട്ടിട്ടില്ല. നിലവിലെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണക്കാർ അണികളല്ല, നേതൃത്വം തന്നെയാണെന്നും രാഘവൻ വിമർശിച്ചു. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 3 സ്റ്റേറ്റുകളിൽ. നമ്മുടെ സ്ഥിതി എല്ലാവർക്കും പറയാം എന്താണെന്ന് അറിയാം. ആരാണ് ഉത്തരവാദി? അണികളാണോ? പ്രവർത്തകനല്ല, നേതൃത്വമാണ് പഠിക്കേണ്ടത്. എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? എങ്ങനെയാണ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരേണ്ടത്? അത് മുമ്പിൽ നിർത്താൻ മാർഗം എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ മുഖമായിരുന്നു കോഴിക്കോട് ശങ്കരൻ വക്കീലെങ്കിൽ അതുപോലുള്ള മുഖങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കാൻ നേതൃത്വം ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എ.ഐ.സി.സി പ്ലീനറി സമ്മേളന പ്രതിനിധികളായി അവസാന നിമിഷം ചിലരെ കെ.പി.സി.സി അംഗങ്ങളാക്കി നോമിനേറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയിരുന്നു. കെ. സുധാകരൻ, വി.ഡി. സതീശൻ എന്നിവരടങ്ങിയ നേതൃനിരയുടെ ഈ നടപടിക്കെതിരെ കോൺഗ്രസിനകത്ത് അമർഷം പുകയുന്നതിനിടെയാണ് എം.കെ. രാഘവന്റെ രൂക്ഷ വിമർശനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. എം.കെ. രാഘവൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതിൻ്റെ പ്രതികരണം ഇത്തരത്തിലാണ്. നേതൃത്വത്തിനെതിരായ കോഴിക്കോട് എം.പി. എം.കെ. രാഘവൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കെ.പി.സി.സി റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കൂട്ടിച്ചേർക്കാവുന്ന വാർത്ത. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് DCC പ്രസിഡന്റിനോടാണ് സംസ്ഥാന അധ്യക്ഷൻ കെ. സുധാകരൻ റിപ്പോർട്ട് തേടിയത്. വിവരങ്ങളുമായി റിയാസ് KMR ചേർന്നു. റിയാസ്, എം.കെ. രാഘവൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ രൂക്ഷമായിരുന്നു. ഇപ്പോൾ കെ.പി.സി.സിയുടെ തീരുമാനം എന്താണ്? ഇക്കാര്യത്തിൽ കെ.പി.സി.സി ശക്തമായ അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. പ്രവീൺകുമാറിനോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് നടന്ന അഡ്വക്കേറ്റ് പി ശങ്കരൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തവെയാണ് എം.കെ. രാഘവൻ എം.പി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത്. ആ ചടങ്ങിൽ അധ്യക്ഷൻ കൂടിയായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് കെ. പ്രവീൺകുമാർ. അതൊരു ഇൻഡോർ പരിപാടി ആയിരുന്നെങ്കിൽ കൂടി മാധ്യമങ്ങളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ എം.കെ. രാഘവന്റെ അതായത് പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ വാർത്തയാവുകയും ചെയ്തു. അത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നാണ് കെ.പി.സി.സി നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മണിക്കൂറുകൾക്കകം തന്നെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കർശന നിർദ്ദേശമാണ് കെ. സുധാകരൻ DCC പ്രസിഡന്റിന് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ആയി ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് DCC നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി റിയാസ്, നേതൃത്വത്തിനെതിരായ കോഴിക്കോട് എം.പി. എം.കെ. രാഘവന്റെ പ്രസംഗത്തെക്കുറിച്ച് കെ.പി.സി.സി റിപ്പോർട്ട് തേടിയിരിക്കുന്നു.